ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എംബ്രോയ്ഡറി ആണ്. അപ്പോൾ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യുന്ന ഒരു പ്ലെയിൻ ബനിയൻ ആയിരുന്നു പൊന്നുവിൻ്റെ. അപ്പം ഞാൻ ആ ടീഷർട്ടിൽ ഒരു ചെറിയ ഡിസൈൻ അങ്ങ് എംബ്രോയ്ഡറി ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ബനിയനിൽ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. കോട്ടൺ തുണിയെല്ലാം സാരിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് റിങ് വെച്ച് തന്നെ ചെയ്യാമെന്ന് ഓർത്തിട്ടാണ്. നമ്മൾ എംബ്രോയ്ഡറി ചെയ്യുമ്പം ഇച്ചിരി ചുരുങ്ങിപ്പോയാൽ വൃത്തികേടാകത്തില്ലേ, അതുകൊണ്ട് റിങ് വെച്ചിട്ടല്ലാതെ എനിക്ക് റിങ് അധികം യൂസ് ചെയ്യാതെ ചെയ്യുന്ന എനിക്ക് ഇച്ചിരി കൂടെ എളുപ്പം. അപ്പോൾ പേരിൻ്റെ ആദ്യത്തെ ലെറ്റർ സി, അത് വെച്ചാണ് ആദ്യം സി വരച്ചിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച് പോലെ പിന്നാണ്. അപ്പം ഞാൻ റെയിൻബോ കളറാണ് നൂൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല ലൈറ്റ് ബേബി യെല്ലോ ആയതുകൊണ്ട് അതിൻ്റെ കൂടെ ഇത് മാച്ചായിരിക്കും. ലെറ്റേഴ്സ് എഴുതുമ്പം ചെയിൻ സ്റ്റിച്ചായിരിക്കും കൂടുതൽ ഭംഗി. ഞാനപ്പം അത് ചെറിയതായിട്ട് പിന്നാണ് ഉദ്ദേശിക്കുന്നത്. ബനിയൻ ആയതുകൊണ്ട് എനിക്കും ഒന്നുകൂടെ പേടിയുണ്ട്. ബനിയൻ തുണിയിൽ എംബ്രോയ്ഡറി ചെയ്യുന്ന ഇച്ചിരി ഡിഫിക്കൽട്ടാണ് എന്നെ സംബന്ധിച്ച്. ഞാനപ്പോൾ സ്റ്റാൻഡ് വെച്ച് വീഡിയോ എടുക്കാൻ പഠിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ക്ലിയറായിട്ട് മനസ്സിലാകുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനിപ്പോൾ ആഴ്ചയിൽ 3 വീഡിയോ ഇടുന്നുണ്ട്. എല്ലാ തിങ്കളാഴ്ചയും കുക്കിംഗ് വീഡിയോ, എല്ലാ ബുധനാഴ്ചയും ഗാർഡനിങ് വീഡിയോ, വെള്ളിയാഴ്ച തയ്യൽ, ക്രോഷേ, ക്രാഫ്റ്റ്, എംബ്രോയ്ഡറി, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഓരോരോ ദിവസം വെച്ച് ഇടുന്നുണ്ട്. പിന്നെ ഷോർട്സ് ദിവസം 2 ഷോർട്സ് ഇടുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇതുവരെയും കാണാത്തവർ അതെല്ലാം കാണണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടുതൽ ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഈ സീഡ് ഈ ടേണിങ് വരുമ്പം, ആ വളവ് വരുമ്പം നമ്മൾ ഒന്നുകൂടെ ചെറുതായിട്ട് ആ ചെയിൻ സ്റ്റിച്ചിൻ്റെ എടുക്കണം. അല്ലെങ്കിൽ ആ ലെറ്റേഴ്സിൻ്റെ ഭംഗി കിട്ടത്തില്ല. അപ്പോൾ ഇതാദ്യം സി കംപ്ലീറ്റായി. അപ്പം ഞാൻ അവിടെ വെച്ച് ഒരു നോട്ട് ഇടുക എന്ന് വെച്ചാൽ അത് സിസേഴ്സ് വെച്ച് കട്ട് ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ അടുത്ത ലെയറും ഇതിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഒത്തിരി ഗ്യാപ്പ് വിട്ടല്ല നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ അടുത്ത ഒരു ഇതും തുടങ്ങാവുന്നതാണ്. അടുത്ത് സ്റ്റെം വരച്ചിട്ട് 2 സൈഡും കുറേ ലീഫ് പോലെ. അപ്പോൾ സ്റ്റെമ്മിന് നമ്മൾ സ്റ്റെം സ്റ്റിച്ച് തന്നെയാണ് പിന്നാൻ പോകുന്നത്. ചെയിൻ സ്റ്റിച്ചും സ്റ്റെം സ്റ്റിച്ചും ഇതെല്ലാം ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. മേളിൽ കാർട്ടിലും ഞാൻ ആഡ് ചെയ്തേക്കാം. അപ്പോൾ അത് നോക്കി ഈ ചെയിൻ സ്റ്റിച്ചും സ്റ്റെം സ്റ്റിച്ചും സെപ്പറേറ്റ് നല്ലപോലെ പഠിക്കണം എന്നുണ്ടെങ്കിൽ അത് നോക്കി പിന്നാവുന്നതാണ്. സ്റ്റാൻഡ് വെച്ച് ശ്രമിക്കുന്നതിൻ്റെ മിസ്റ്റേക്കാണ് ഈ ഇടയ്ക്ക് വരുന്നതൊക്കെ. അപ്പോൾ അതൊക്കെ ക്ഷമിച്ചേക്കണേ. സ്റ്റെം സ്റ്റിച്ചിൻ്റെ എൻഡ് വരുമ്പം അത് പുറകിലോട്ട് എടുത്തിട്ട് നമ്മൾ പിന്നെയും ആ ലീഫിൻ്റെ അവിടെ നിന്ന് കുത്തണം. അത് ചെയിൻ സ്റ്റിച്ചിൻ്റെ സെയിം രീതി തന്നെയാണ്. ഇച്ചിരി കൂടെ ലൂസായിട്ട് നമ്മൾ ആ ഇലയുടെ ഷേപ്പിൽ ആ ചെയിൻ സ്റ്റിച്ച് പോലെ ഇടണം എന്നുള്ളതേ ഉള്ളൂ. സിമ്പിൾ ആണ്, പെട്ടെന്ന് നമ്മൾ പിന്നാവുന്ന എംബ്രോയ്ഡറിയാണ് ഇത്. നമ്മൾ ഇതുപോലെ ഒരു ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്ത ടീഷർട്ട് മേടിക്കാൻ പോകുമ്പോൾ അതിന് ഭയങ്കര വില കൂടുതലാണ്. ഇത് 100 രൂപയ്ക്ക് വാങ്ങിച്ച ഒരു ടീഷർട്ടാണ്. അപ്പോൾ അതിനൊരു സിമ്പിൾ ഡിസൈൻ പിന്നാന്ന് ഉദ്ദേശിച്ചതാണ്. ഇതേ സെയിം മോഡലിൽ നമ്മൾ പൂവും പിന്നി എടുക്കാവുന്നതാണ്. ഞാൻ അതിൻ്റെ വീഡിയോ ഇതിനു മുമ്പേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടേക്കാം. ഇപ്പോൾ വെള്ളിയാഴ്ച വീഡിയോ ഇടണമെങ്കിൽ വ്യാഴാഴ്ച വൈകിട്ട് ഞാൻ ഇരുന്ന് ഇത് പിന്നി എഡിറ്റ് ചെയ്ത് വേണം വെള്ളിയാഴ്ച വീഡിയോ ഇടാൻ. അതുകൊണ്ട് ചെറിയ ഒരു ഡിസൈൻ ആക്കാമെന്ന് വെച്ചു. നാളെ വെള്ളിയാഴ്ച പ്രത്യേകത അറിയാമല്ലോ. അപ്പോൾ എനിക്ക് ഒത്തിരി സമയം കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് തന്നെ മാക്സിമം എത്രയും വേഗം തീർക്കാൻ വേണ്ടിയാണ് കൊച്ചു ഡിസൈൻ വരച്ച്. ഇപ്പോൾ ഈ സ്റ്റെം വരച്ച് അതിൻ്റെ സൈഡ് ലീഫും പിന്നുന്നത് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ തന്നെ ഇതൊക്കെ ചെയ്യുമ്പം ഒരു സന്തോഷമല്ലേ. ഒരു കർച്ചീഫിലാണേലും
നമ്മൾ ചെറിയ ഒരു എംബ്രോയിഡറി ചെയ്തിടുകയോ പില്ലോ കവറില അങ്ങനെയൊക്കെ ചെയ്യുമ്പം അത് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഒരു സൈഡ് നമ്മളത് കംപ്ലീറ്റായി, രണ്ടാമത്തെ സൈഡ് അതുപോലെ സ്റ്റെം സ്റ്റിച്ചും ലീഫിൻ്റെ അതുപോലെ ചെയിൻ സ്റ്റിച്ചിൻ്റെ ഇച്ചിരി ലൂസായിട്ട് നമ്മൾ പിന്നണം. അതുപോലെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഏതൊരു കാര്യവും നമ്മൾ ആത്മാർത്ഥമായിട്ട് പഠിക്കണമെന്ന് വിചാരിച്ചാൽ നമ്മളെക്കൊണ്ട് പറ്റാത്ത ഒരു കാര്യമില്ല. പക്ഷേ നമ്മൾ അതിനു വേണ്ടി 100% ശ്രമിക്കണം. ഇപ്പം ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പുറകുവശത്ത് ഞാൻ 2 നോട്ടിട്ട് നല്ല ടൈറ്റായിട്ട് ആദ്യം ഒരു നോട്ട് ഇടുക, പിന്നെ അതിൻ്റെ മേളിൽ തന്നെ ഒന്നുകൂടെ ഇട്ടു. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ പ്ലെയിൻ ടീഷർട്ടിൻ്റെ ലുക്ക് മാറിയത് കണ്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതുപോലെ നമ്മൾ എംബ്രോയിഡറി ഇല്ലെങ്കിൽ ചെറിയ പെയിൻറ്റിങ്ങോ എന്തെങ്കിലും ചെറിയ ഡിസൈനൊക്കെ ചെയ്യാം. ഇത് സെയിം ഇത് തന്നെ കർച്ചീഫിൽ നമുക്ക് പിന്നാവുന്നതാണ്, പില്ലോ കവറിലെല്ലാം പിന്നാവുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.